ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ എണീറ്റു. ഇന്ന് നമ്മുടെ വീട് പാലുകാച്ചാണ്. അപ്പോൾ രാവിലെ ഞാൻ അമ്മ വിളിച്ച് എണീപ്പിച്ചുള്ള ലുക്കാണിത്. അപ്പോൾ നമുക്ക് കുളിച്ച് റെഡിയായിട്ട് വരാം. ടാ, ലെറ്റ്സ് ഗോ. എനിക്ക് എവിടെ പോയാലും ഈ ഒരു ഹെയർ സ്റ്റൈൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇന്ന് പട്ടുപാവാടയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഫുൾ ഇത് ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ പണി ഫുള്ള് കഴിഞ്ഞിട്ടില്ലെന്ന് വെച്ചാൽ പെയിൻറ്റ് ഫുള്ളൊന്നും അടിച്ചില്ല. ബട്ട് നമ്മൾ പാല് കാച്ചി നടത്തുന്നത് ലൈക്ക് ഫുൾ പണി കംപ്ലീറ്റ് ചെയ്യാതെയാണ്. ബിക്കോസ് നമ്മളിപ്പോൾ താമസിക്കുന്ന വീട് ലീസിനാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇറങ്ങാൻ നമ്മുടെ കോൺട്രാക്റ്റ് തീർന്നു. അപ്പോൾ അതിന് വേണ്ടി പെട്ടെന്ന് പാല് കാച്ചിയിട്ടല്ല നമുക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആദ്യമേ പാല് കാച്ചിയിട്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് സാധനങ്ങളെല്ലാം അങ്ങോട്ട് 2 ദിവസം കൊണ്ട് മാറ്റി. അങ്ങനെ അവിടെ ചെന്നിട്ട് നമ്മൾ അകത്തൊക്കെ ഓൾമോസ്റ്റ് പെയിൻ്റ് അടിച്ചു. ഇനിയും വെളിയിലുമൊക്കെ പെയിൻ്റ് അടിക്കാനുണ്ട്, പൈപ്പ് ഫിറ്റ് ചെയ്യാനുണ്ട്, കറണ്ടിൻ്റേത് കൊടുക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ അങ്ങോട്ട് മാറിയിട്ട് ചെയ്യാനും പിന്നെ ഈ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്ന 2 ദിവസം ആ സമയത്ത് ചെയ്യാനും ഒക്കെയാണ് വിചാരിക്കുന്നത്. ആൻഡ് ഞങ്ങൾ 4 പേരും ഉണ്ടായിരുന്നുള്ളൂ. ഞാനും അമ്മയും അച്ഛനും അനിയത്തിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പുറത്തെ വീട്ടിലെ ആൻറ്റിമാരും ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര വലുതായിട്ട് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ബിക്കോസ് നമുക്കൊന്നും അറിഞ്ഞുകൂടാ എങ്ങനെയാണ് ഇതെല്ലാം ചെയ്യേണ്ടത് എന്നുള്ളതൊന്നും. അമ്മയ്ക്കും അറിഞ്ഞുകൂടാ, അച്ഛനും അറിഞ്ഞുകൂടാ, ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ അപ്പുറത്തെ വീട്ടിലെ ആൻറ്റി ഒക്കെ അവരൊക്കെ വന്നാണ് പറഞ്ഞു തന്നതും ഒരുപാട് ഹെൽപ്പ് ചെയ്തതും ഒക്കെ. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മുടെ നെയ്ബേഴ്സ് തന്നെയാണ് പറഞ്ഞത്, ഇങ്ങനെ എവിടെയോ കിഴക്കോ എന്തോ നിന്നിട്ട് അച്ഛൻ വിളക്കെടുത്ത് അമ്മയുടെ കൊടുത്ത് അമ്മ ആ വിളക്കും കൊണ്ട് അകത്ത് കയറി നമ്മുടെ ഒരു റൂമിൽ കൊണ്ട് വെക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യുകയാണിപ്പോൾ. ഓക്കെ, അപ്പോൾ ഇനിയും നമ്മൾ പാല് കാച്ചാൻ വേണ്ടി അടുപ്പിൽ കലം വെക്കാനാണ്. അപ്പോൾ വെക്കുന്നതിന് മുമ്പ് നമ്മൾ രാവിലെ അമ്പലത്തിൽ പോയിരുന്നു. രാവിലെ ഒരു ഗണപതി അമ്പലത്തിൽ പോയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ തീർത്ഥവും ചന്ദനവും ഒക്കെ വാങ്ങിച്ചു. അപ്പോൾ അതെല്ലാം നമ്മൾ കൊണ്ടുവന്നിട്ട് ഈ നമ്മുടെ റൂമിൻ്റെ ഡോറിലും അടുപ്പിലും എല്ലാം ഇട്ടിരിക്കുകയാണ്. ഇനിയും അടുക്കളയൊക്കെ ഇനിയും പെയിൻറ്റ് ചെയ്യാനുണ്ട്. അപ്പം അങ്ങനെ എല്ലാം റെഡിയാക്കുകയാണിപ്പം. അപ്പുറത്തെ വീട്ടിലെ ആൻറ്റിയൊക്കെയാണ് എല്ലാം അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നതും ആൻഡ് നമ്മുടെ തീ കത്തിക്കാൻ വേണ്ടിയിട്ടെല്ലാം എടുത്ത് വെച്ച് സഹായിക്കുന്നതും. അങ്ങനെയൊക്കെ ഒത്തിരി സഹായം ആൻറ്റിമാരും അങ്ങനെ എല്ലാവരും ചെയ്തു. നമുക്കൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ പാല് കാച്ചാൻ വേണ്ടി നമ്മൾ വാങ്ങിച്ചതും സ്റ്റീലിൻ്റെ ഇതാണ്. ബട്ട് അവിടെ ചെന്നപ്പോഴാണ് അവിടുത്തെ ആൻറ്റി പറഞ്ഞത് മൺകുടമായിരുന്നു നല്ലതെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ ഉള്ളതിൽ വെച്ച് നമ്മൾ ചെയ്തു. അങ്ങനെ മണിക്കൂറുകളുടെ കാത്തിരിപ്പിന് ശേഷം പാൽ തിളച്ച് പൊങ്ങിയിട്ട് ഇതാണേ തോന്നുന്നില്ല. അങ്ങനെ നമ്മളെല്ലാം കുറേ നേരം അവിടെ നിന്നു. ഒരുപാട് സമയമെടുത്തു. ബിക്കോസ് അത് സ്റ്റീൽ കലം ആയതുകൊണ്ട് തന്നെ. അങ്ങനെ അവസാനം പാൽ തിളച്ച് തൂവി. അങ്ങനെ നമ്മുടെ പാല് കാച്ചൽ കഴിഞ്ഞു. പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ അരിയും നെയ്യും അങ്ങനെയൊക്കെ ഇട്ട് അങ്ങനെയാണ് എടുത്തത്. അങ്ങനെ എല്ലാവർക്കും കുടിച്ചു. ഞാൻ കുടിക്കില്ല, ബിക്കോസ് ഞാൻ പാല് പണ്ട് മുതലേ കുടിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുടിച്ചില്ല. ബാക്കി അവരെല്ലാം കുടിച്ചു. അപ്പം അത്രേ ഉണ്ടായിരുന്നുള്ളൂ പാല് കാച്ചൽ വ്ലോഗ്. ഭയങ്കര വലുതായിട്ട് ഭയങ്കര ആർഭാടമായിട്ടും ഭയങ്കര അതിൻ്റേതായിട്ടുള്ള രീതിയിലും അങ്ങനെയൊന്നും അല്ല നമ്മൾ ചെയ്തത്. നമ്മൾ ജസ്റ്റ് പാല് കാച്ചി നമ്മുടെ സാധനങ്ങളെല്ലാം മാറ്റി കയറാൻ വേണ്ടി. അതുമെല്ലാം നല്ല ധൃതിയായിരുന്നു. ബിക്കോസ് സ്കൂളും ഉണ്ട്, അതുകൊണ്ട് തന്നെ പെട്ടെന്നെല്ലാം ചെയ്യണം. അങ്ങനെയായിരുന്നു ഈ ഒരു പാല് കാച്ചൽ വ്ലോഗ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ്. ആൻഡ് ഞങ്ങൾ ഫാമിലി ആയിട്ടെടുത്ത ഫോട്ടോസ് ഞാനിതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായമോ എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ,
അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീണ്ടും കാണുന്നിടം വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.